വിവിധ മതങ്ങളിൽപ്പെട്ടിട്ടുള്ള മനുഷ്യരെ ഒന്നടങ്കം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി കൊണ്ട് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടമാണ് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേശീയത രൂപം കൊണ്ടത്. ആ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദേശീയതയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേശീയത തകർക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഭരണഘടന യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന മഹത്തായ ആപ്തവാക്യം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹത്തായ ആപ്തവാക്യം, ആ ആപ്തവാക്യത്തെ നിരാകരിക്കാൻ ശ്രമിക്കുന്നു. ഈ ഭരണഘടനയെ അംഗീകരിക്കാതിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. സോഷ്യലിസം, ഫെഡറലിസം ഈ വാക്കുകൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJPയുടെ ചട്ടുകമായി മാറ്റുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇപ്പോ SIR എന്ന് പറയുന്ന ഒരു പദ്ധതി 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലടക്കം അർദ്ധരാത്രി കേരളത്തിലടക്കം നടപ്പിലാക്കി. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിശോധന. ഇപ്പൊ എനിക്കും നിങ്ങളുടെ അവസ്ഥ എന്താ അറിയോ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോ ഞാനും നിങ്ങളും ഇന്ത്യയിലെ വോട്ടർമാരല്ല. എനിക്കും നിങ്ങൾക്കിപ്പോ വോട്ടവകാശമില്ല. എത്ര ആൾക്കറിയാം വിഷയം? എനിക്കും നിങ്ങൾക്ക് വോട്ടവകാശമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലോ ഞാൻ വോട്ടർമാരാണ്. പക്ഷേ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ, ഇന്ന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഞാനും നിങ്ങളും വോട്ടർമാരല്ല. നമ്മുടെ വോട്ടർ പട്ടിക മിനിയാൻ അർദ്ധരാത്രി 2 ദിവസങ്ങൾക്ക് മുമ്പ് അർദ്ധരാത്രി മരവിപ്പിച്ചു കഴിഞ്ഞു. ഇനി പുതിയ വോട്ടർ പട്ടിക വരിക. ഈ തീവ്ര വോട്ടർ പട്ടികയുടെ പരിശോധനകളുടെ ഫലമായിക്കൊണ്ട് ബീഹാറിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിനകത്ത് 65 ലക്ഷം മനുഷ്യരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നതല്ലട്ടത്, ഇന്ത്യയിലെ വാർത്താമാധ്യമങ്ങളും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ വിശാരദന്മാരും പറയുന്നതാണ്. 65 ലക്ഷം മനുഷ്യർക്ക് ബീഹാറിനകത്ത് വോട്ട് നഷ്ടപ്പെട്ടു. ആർക്കാണ് നഷ്ടപ്പെട്ടത്? അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്കക്കാരായിട്ടുള്ള ദളിതരായിട്ടുള്ള മനുഷ്യർക്ക്, അവിടുത്തെ മതന്യൂനപക്ഷങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക്, അവിടുത്തെ നല്ലൊരു ശതമാനം സ്ത്രീകൾക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് പുറത്തു വരുന്നത്, കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിശോധന പൂർത്തിയാക്കുമ്പോൾ 3.5 കോടി അല്ലെങ്കിൽ 4 കോടി കേരളീയയിൽ 50 ലക്ഷം മനുഷ്യർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. വോട്ടവകാശത്തിന് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്ന 11 രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തിനധികം പറയുന്നു, നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് നമ്മളൊരു വലിയ രേഖയായിട്ട് ഞാനും നിങ്ങളത് ചുഴിയാതെ പോക്കറ്റിൽ വെച്ച് സൂക്ഷിക്കുന്നു, കബോർഡിനകത്ത് ഫയലിനകത്താക്കി വെക്കുന്നു. ആധാർ കാർഡ് പോലും വോട്ടവകാശത്തിനുള്ള രേഖയാക്കി കാണാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അവസാനം ഇന്ത്യയുടെ പരമോന്നത കോടതി ഇടപെട്ട്, സുപ്രീം കോടതി ഇടപെട്ടതിന്റെ ഭാഗമായിക്കൊണ്ട് ആധാർ കാർഡിനെ അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്രകാരം ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് വലിയ വിവേചനം കാണിക്കുന്നു. നമ്മളെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു.